പ്യുവർ വൈറ്റ് ഔട്ട്ഫിറ്റിലുള്ള ഈ ഒരു ലുക്കാണ് ഷിഫാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്. മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ടുള്ള ലുക്കായിരുന്നു ഇത്. വൈറ്റ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളർ തന്നെയാണ്, പ്രത്യേകിച്ചും ബ്രൈഡ്സിന്. പക്ഷേ എല്ലാവരും ഓഫ് വൈറ്റിലേക്കോ അല്ലെങ്കിൽ ക്രീം ഷെയ്ഡിലേക്കോ വൈറ്റ് പൊതുവേ അങ്ങനെ ആരും സെലക്ട് ചെയ്യാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമാണ് എടുക്കാറുള്ളത്. ജ്വല്ലറിയൊക്കെ വളരെ സിമ്പിളായിട്ടായിരുന്നു. ഡയമണ്ടിൻ്റെ ഒരു നെക്ക് പീസ് മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹെയർ എക്സ്റ്റൻഷൻ വെക്കാനായിട്ട് കുറച്ച് താല്പര്യക്കുറവുള്ളതുകൊണ്ട് ഷിഫാനയുടെ ഒറിജിനൽ ഹെയറിനെ കേൾ ചെയ്ത് ഒരേ ബ്രൈഡിൻ്റെ തന്നെ 3ഉം 4ഉം ലുക്കൊക്കെ ബുക്കിംഗ് വരുമ്പോൾ ഫസ്റ്റ് ലുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കാറുണ്ട്. കാരണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഫേസ് ആണല്ലോ. പക്ഷേ സെക്കൻഡും തേർഡും ഫോർത്തൊക്കെ നല്ല ഫാസ്റ്റായിട്ട് അങ്ങോട്ട് ചെയ്തു പോകും. കാരണം ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു പരിചയം, പിന്നെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ സംസാരം മെഹന്തി ചെയ്യാനായിട്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ. പിറ്റേ ദിവസത്തെ വെഡിങ്ങിലൊക്കെ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം നല്ല ഫാസ്റ്റ്. പ്രത്യേകിച്ച് മെഹന്തി നൈറ്റിൻ്റെ മേക്കപ്പ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് പിന്നെ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരുമല്ലോ. ഈ കാണുന്ന പെട്ടിയുടെ കഥ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിഫാനയ്ക്ക് ഇടാനുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്. ഇതേപോലെ ഒരു ട്രോളി പെട്ടിയിലൊക്കെ ഓർഗൻസയിലുള്ള ഒരു സാരി ആയിരുന്നു വെഡിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ്. സംഭവം ഒന്ന് ഡ്രൈപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് സെറ്റാക്കി. റെൻ്റൽ ജ്വല്ലറി ഒന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ ചുട്ടി മാത്രമായിരുന്നു. കമ്മലും ഷിഫാനയുടെ ഗോൾഡ് തന്നെ വേണം എന്നുള്ളത് വീട്ടുകാരുടെ. സ്കിൻ ഗ്ലോ മേക്കപ്പ് ആയിരുന്നു ഷിഫാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കോണ്ടൂറിങ് ഒക്കെ വേണ്ട ഒരു മേക്കപ്പ് ആയിരുന്നു ഷിഫാനയുടെ ഫേസ് മേക്കപ്പ്. അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും ഫേസിന് സ്യൂട്ടായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ മെഹന്തി നൈറ്റിന് ഹെയർ ഓപ്പൺ ആയിരുന്നല്ലോ. അതുമാത്രമല്ല ഇങ്ങനെ ഒരു ബൺ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലും ഈ ഒരു സെയിം ഫ്ലവർ സെറ്റിങ്ങും വേണം എന്നുള്ളത് ഷിഫാനയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ബൺ ചെയ്ത് വെച്ചത്. പിന്നെ കുറേ ബ്രൈഡ്സിനൊക്കെ ബൺ ചെയ്യാനുള്ളൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് ചൂടെടുക്കില്ല എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ തന്നെയല്ല ഹെയർ പ്രത്യേകിച്ച് നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. സംഭവം അവിടെ സെറ്റായിട്ട് ഒതുങ്ങിയിരുന്നോളും. അതുകൊണ്ടാണ് ഒരുപാട് പേര് ബൺ ചെയ്തിട്ടുള്ള സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നത്. ദേശമംഗലത്താണ് ഷിഫാനയുടെ വീട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 hours ട്രാവലിംഗ് ഉള്ള ഒരു പ്ലേസാണ്. പക്ഷേ തലേദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെഹന്തി നൈറ്റിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ചെല്ലാനുണ്ടായത്. വേറെയും വർക്കുള്ളതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ളതുകൊണ്ടൊക്കെ തിരിച്ചു പോന്നു. പക്ഷേ മോർണിംഗ് ലുക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം റിസപ്ഷൻ്റെ മേക്കപ്പ് കൂടെ ചെയ്യാനുണ്ട് ഷിഫാനയുടെ. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ചുമ്മാ ഒന്ന് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഗൂഗിൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും പോണ വഴിക്ക് ഏതെങ്കിലും നല്ല പ്ലേസൊക്കെ കണ്ടാൽ അവിടെ ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും പോരാറുള്ളൂ. അന്നാണെങ്കിൽ ഞങ്ങൾ രാവിലത്തെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡും കഴിക്കണം, കുറച്ച് ടൈമുള്ളത് എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്ത് തീർക്കുകയും വേണം. അങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് ചെറുതുരുത്തിയിലുള്ള ദ റിവർ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസോർട്ടിലെത്തിയത്. സംഭവം ഒരു ആയുർവേദിക് റിസോർട്ടാണ്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച പോലെയായിരുന്നു. ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല. മെയിൻ ആവശ്യം എന്ന് പറയുന്നത് വയറ്റിലേക്ക് എന്തെങ്കിലും ഇടണം. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കായിട്ട് മാത്രം കുറച്ച് ഫുഡും അവിടെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ യോഗ ഉണ്ട്. ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് ഉള്ള സമയം കൊണ്ട് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയറും റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം ഒരു റിവറാണെങ്കിലും വെള്ളമൊന്നുമില്ല. അകലെ JCBയിൽ മണ്ണ് വാരിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള സമയമായതുകൊണ്ടായിരിക്കും വെള്ളം മുഴുവൻ വറ്റിപ്പോയത്. മഴക്കാലത്തൊക്കെ നല്ല വ്യൂ ആയിരിക്കും. ഈ ഒരു സംഭവം കുറച്ച് അത്ഭുതമായിട്ട് തോന്നി. പുഴയുടെ നടുവിലായിട്ടൊരു കിണർ, അതേപോലെ ചില കുളത്തിൻ്റെ നടുവിലായിട്ടും കിണർ കാണാറുണ്ട്. അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തായാലും രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഞങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം. അതേപോലെ കുറച്ച് ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അവർ സെർവ് ചെയ്ത ഫുഡൊക്കെ നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഇക്ക ചായയുടെ ആളാണ്, ഞാൻ കോഫിയുടെ ആളാണ്. അപ്പോൾ ഇക്കാക്കൊരു ചായ, എനിക്കൊരു കോഫി. സംഭവം ഒരു ആയുർവേദിക് റിസോർട്ട് ആയതുകൊണ്ടാണ് ഇൻറ്റീരിയർ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പുറത്ത് നല്ല ചൂടാണെങ്കിലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ കൊണ്ടായിരിക്കണം അതിൻ്റെ അകത്തൂടെ നടക്കുമ്പോൾ ആ ചൂടൊന്നും ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ മക്കളും കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് വർക്കിന് വേണ്ടി പോയതുകൊണ്ട് മക്കളുണ്ടായിരുന്നില്ല. എപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തെത്തുമ്പോൾ തോന്നും അയ്യോ മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ പിള്ളേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അവരുടെ ഒരാളുടെ പിന്നാലെ തെക്കോട്ടും ഒരാളുടെ പിന്നാലെ വടക്കോട്ടും ഓടാനേ നേരം ഉണ്ടാവുള്ളൂ. അവിടെ ഒരു എന്താണ് അതിന് പറയുക, ഊഞ്ഞാൽ, ഇങ്ങനെ ആടാനായിട്ടൊരു ഊഞ്ഞാലൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇങ്ങനെ ഇരുന്ന് പുഴയിൽ നോക്കി ആടാൻ നല്ല രസമാണ്. പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ട് രസം ഇത്തിരി കുറവുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു മരവും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വെട്ടി ഒതുക്കി ഇങ്ങനെ വളർത്തുന്നതാണോ എന്നറിയില്ല, അതോ ഈ മരം ഇങ്ങനെ തന്നെയാണോ അറിയില്ല. പിന്നെ ഒരു സ്വിമ്മിങ് പൂളും. ഞങ്ങൾ കുളിക്കാനൊന്നും ഇറങ്ങിയില്ല.
നല്ലൊരു പൂളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് കുളിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ എന്നറിയില്ല. രാവിലെ ആരോ കുളിച്ച് കയറിയ പോലത്തെ വെള്ളത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും സംഭവം ലൈവാണ്. റിസോർട്ട് ആയുർവേദിക് റിസോർട്ടാണ്. ഒരുപാട് ഗസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഫിലിമിൻ്റെ ഷൂട്ടിങ്ങൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നടന്നിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ഞാനും മിക്കയും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യും. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളെ മുറ്റം ഇങ്ങനെ ആവണം, അതേപോലെ നമ്മളെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ആവണം. എനിക്ക് തോന്നുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അസുഖം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. എനിക്ക് പൊതുവേ ഇതുപോലെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു ഡിസൈനേക്കാളും കൂടുതലും കണ്ടംപററി സ്റ്റൈലാണ് ഇഷ്ടം. പക്ഷേ ചിലവർക്ക് ഇങ്ങനത്തെ ഡിസൈൻസിനോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനും മിക്കയും തമ്മിലുള്ളൊരു അടി ഒഴിവാകാൻ വേണ്ടിയിട്ട് എക്സ്റ്റീരിയർ ട്രഡീഷണൽ സ്റ്റൈലും ഇൻറ്റീരിയർ എല്ലാം പക്ക കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. വീട് ഏത് സ്റ്റൈലാണെങ്കിലും പുറത്ത് ഇതേപോലെ കുറേ മരങ്ങളും ചെടികളും പുല്ലും ഇതേപോലെ ഒരു കോട്ടിയാടും ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ചൂടത്ത്. എന്തായാലും ഭാരതപ്പുഴയുടെ സൈഡിലുള്ള ഈ ഒരു റിവർ റിട്രീറ്റ് സംഭവം നല്ല അടിപൊളി സംഭവമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം എവിടെയെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതിന് പറ്റിയൊരു സ്പോട്ടായിരുന്നു. എല്ലാം കറങ്ങി തിരിഞ്ഞ് കണ്ടു കഴിഞ്ഞിട്ടും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ടൈം നോക്കിയപ്പോൾ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വരിക്കാശ്ശേരി വിമാനം പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതിന് മുന്നേ പോയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഞാനവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഒരുപാട് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം വരിക്കാശ്ശേരി മന. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ത്രിൽഡായിരുന്നു. സംഭവം ഇപ്പോഴും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇതേപോലത്തെ ഡിസൈൻസൊക്കെ കുറച്ച് നിഗൂഢമായി നിരീക്ഷിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അവർ എന്തിനായിരിക്കും അതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും, ആരായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, എത്ര വർഷം മുന്നായിരിക്കും. ഇതേപോലെ എൻ്റെ ചിന്തകളൊക്കെ കാട് കയറി പോവും. അന്ന് സൺഡേ ആയിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ ഈ ഡോറ് പോലെ കാണുന്നത് ആക്ച്വലി അതൊരു ഡോറല്ല, സംഭവം സ്റ്റെയർ കേസാണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് കയറാൻ പറ്റില്ല. പക്ഷെ അതൊരു ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസ്. അടിപൊളിയല്ലേ? എന്താണ് അതിൻ്റെയും ഗുട്ടൻസ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു സീക്രട്ട് എൻട്രി പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമയം ആസ്വദിച്ച് അങ്ങനെ നടക്കാനും കുറേ ഇരിക്കാനും ഒന്നും ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ അങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ സംഭവം നടക്കില്ല. ഷിഫാനയുടെ റിസപ്ഷന് പോകണം, അവിടെ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് വേഗം വേഗം വീഡിയോസൊക്കെ എടുത്തു അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇപ്പോഴും അവിടുത്തെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ മരത്തിൻ്റെ അപ്പുറം കാണുന്ന ആ ഒരു വീട് തന്നെ അവിടെ താമസിക്കുന്നുണ്ട്. ഇത് അവരുടെ ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മേലേക്കൊന്നും കയറാനുള്ളൊരു സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല, തിരിച്ച് പോരണം എന്നുള്ളത് കൊണ്ട്. എന്തായാലും ഒരു വട്ടം കൂടെയും പോയി കുറേ നേരം കാറ്റ് കൊണ്ടങ്ങനെ ഇരിക്കണം, കയറാത്ത സ്ഥലങ്ങളിലൊക്കെ കയറണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഷിഫാനയുടെ റിസപ്ഷന് വേണ്ടിയിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഷിഫാനയുടെ വെഡിങ് നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മെഹന്തിക്കും വെഡിങ്ങിനും ഹെയർ സ്റ്റൈലിങ് ചെയ്തത് കൊണ്ട് ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാനായിട്ട് ഷിഫാനയ്ക്ക് ഹിജാബ് ഇടണം എന്നായിരുന്നു ആഗ്രഹം. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റായിരുന്നു. എന്തായാലും ഈ 3 ലുക്കിലും വെച്ച് ഷിഫാനയുടെ ഏത് ലുക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള കമൻസും പറയണേ.